ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും രജി സതി അബി ബ്ലോഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വാട്ടർ ഈറ്റിനിടെയാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, പയറ്, പപ്പടം, കൂടെ തന്നെ ചായയുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതകളുണ്ട്. ഇന്ന് എൻ്റെ കല്യാണ നാൾ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ വെഡിങ് ഡേക്ക് സൈഷേട്ട ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അദ്ദേഹം കോയമ്പത്തൂരാണ് കേട്ടോ. അപ്പോൾ ജോലിക്ക് വേണ്ടി പോയതാണ്, 2 മാസമായി പോയിട്ട്. അപ്പോൾ സൈഷേട്ടനില്ലാത്ത ആദ്യത്തെ വെഡിങ് ഡേ ആണിത്. അപ്പോൾ എനിക്ക് എന്ത് പ്ലാൻ ചെയ്യണമെന്ന് അറിയില്ല, എന്താണെന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ മോനെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങി അവന് ഒരു ട്രീറ്റ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ സൈഷേട്ടനെ ഫോൺ വിളിച്ചു വിഷൊക്കെ ചെയ്തു. അപ്പോൾ സൈഷേട്ടൻ തന്നെയാണ് പറഞ്ഞത് അവനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാൻ. അങ്ങനെ ഞങ്ങൾ പരവൂർ പോയി. മോനിക്ക് ആദ്യമായിട്ട് ഒരു ഷാർജയാണ് മേടിച്ചു കൊടുത്തത്. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി. അബിക്കുട്ടൻ എന്നെ വിഷ് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ ബേക്കറിയിൽ നിന്ന് തന്നെ ഒരു ചിക്കൻ ബിരിയാണി പാഴ്സൽ മേടിച്ചു. പിന്നെ അബിക്കുട്ടന് കുറച്ച് സ്വീറ്റ്സ്, ചോക്ലേറ്റൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് വീഡിയോസൊക്കെ ഫോട്ടോസും ഒക്കെ എടുക്കുന്നത് കണ്ട് അവിടെ ഒരു ചേട്ടൻ വന്ന് എന്നെ പരിചയപ്പെട്ടു. സംഭവം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ചാനലിന് വേണ്ടി എടുക്കുകയാണെന്ന്. ചാനലിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ പിടിക്കുന്നത് അറിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളെ ഫോട്ടോസൊക്കെ എടുക്കണം, വീഡിയോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല കാര്യമായിരുന്നു. പിന്നെ കടയിലെ ഓണറൊക്കെ നല്ല കാര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഫാൻസി കടയിൽ കയറി എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റമൊക്കെ മേടിച്ചു. തിരികെ വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുവാണ്. അപ്പോൾ കേരളത്തിലെ ബസ്സിൽ യാത്ര ഇട്ട് ഒരുപാട് നാളായി. അങ്ങനെ കൊതി തോന്നി ബസ്സിലാണ് തിരികെ യാത്രയായത്. വീട്ടിൽ വന്ന ഉടനെ ഞാൻ നല്ലവണ്ണം മുഖം കഴുകി, കാരണം അത്രയ്ക്കും ചൂടായിരുന്നു. പിന്നെ 2 മണിയായി കഴിഞ്ഞിരുന്നു. അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മേടിച്ച പാഴ്സൽ ബിരിയാണി ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ കഴിക്കാൻ പോകണം. ഒരു ബിരിയാണി മേടിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് അച്ഛനും അമ്മയും ഞാനും പിന്നെ 2 എൻ്റെ മോനും ആനിയൻ്റെ മോനുമായിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇതുപോലെ 2 പീസ് ഉണ്ടായിരുന്നു. അതിലൊരു പീസ് അച്ഛനും അമ്മയ്ക്കും കൊടുത്തു, ഒരു പീസ് ഞാനും എൻ്റെ അബിക്കുട്ടനും സച്ചുമോനുമായിട്ട് ഞങ്ങൾ കഴിച്ചു കേട്ടോ. പിന്നെ ചോറൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നു. അത് ബിരിയാണി ഞങ്ങൾ പകുതി കഴിച്ചതിന് ശേഷം കുറച്ച് ചോറൂടെ കഴിച്ചു. അപ്പോൾ തന്നെ ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ 2 പേരും ഉടുപ്പൊക്കെ ഇടാതിരിക്കുന്നത് അത്രയ്ക്കും ചൂടായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2 പേർക്കും ബിരിയാണിയൊക്കെ വാരി കൊടുത്തു. പിന്നെ കേക്ക് മേടിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ സൈഷേട്ടൻ പറഞ്ഞു ഞാൻ വന്നിട്ട് നമുക്ക് കേക്ക് മേടിച്ച് മുറിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ച് ഇനി അമ്പലത്തിലൊക്കെ പോവാം എന്നൊക്കെ പറഞ്ഞു. അമ്പലത്തിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, കാരണം മൂത്ത അനിയൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുവാണ്. അപ്പം നമുക്ക് അമ്പലത്തിലൊന്നും കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ സൈഷേട്ടൻ പറഞ്ഞു നമുക്ക് ലീവിന് വരുമ്പോഴത്തേക്ക് അമ്പലത്തിൽ പോകാം, പിന്നെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ കഴിച്ചു കേട്ടോ. അപ്പോൾ ചായയുടെ കൂടെ നമ്മൾ കഴിക്കാൻ മധുരസേവ വേണമെന്ന് കൂടെയുള്ളത്. സ്നാക്സ് ഞങ്ങൾ പരവൂർ പോയപ്പോൾ മേടിച്ചതാണ്. പിന്നെ ചിപ്സ്, കപ്പലണ്ടിയൊക്കെ മേടിച്ചു. അപ്പം ഇന്ന് ചായയിലൂടെ മധുരസേവ എടുത്തതേ ഉള്ളൂ. പിന്നെ സൈഷേട്ട ഇല്ലാത്തൊരു ആദ്യത്തെ ഒരു വെഡ്ഡിങ് ഡേ ആണ്. അങ്ങനെ സൈഷേട്ട ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ പരിപാടികളൊന്നുമില്ല. കേക്ക് മുറിക്കും അമ്പലത്തിൽ പോകുമെന്നല്ലാതെ. പിന്നെ ഈ നൈറ്റ് എനിക്ക് സൈഷേട്ട മുമ്പ് മേടിച്ച് തന്നതാണ്, ഞാനിത് ഉപയോഗിക്കാതെ വെച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം ഇതെടുത്ത് ഇടണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ ഇട്ടതാണ്. ഞാനല്ലാതെ പുതിയ നൈറ്റിലൊക്കെ മേടിച്ചാൽ അങ്ങനെ പെട്ടെന്ന് ഉപയോഗിക്കാറില്ല. പഴയ നൈറ്റിയെല്ലാം ചീത്തയായതിന് ശേഷം മാത്രമേ പുതിയത് എടുക്കാറുള്ളൂ. പിന്നെ രാത്രിത്തെ നമ്മൾ ഫുഡ് എന്താണെന്ന് വെച്ചാൽ ചോറ്, ഇത് കൊഞ്ച് കറിയാണ്. കുഞ്ഞു കൊഞ്ചാണ് കേട്ടോ. അപ്പോൾ കൊഞ്ച് കറിയാണ്, തേങ്ങ അരച്ച് വെച്ചതാണ്. പിന്നെ നമുക്ക് ഇത് വെണ്ടയ്ക്ക പൊരിയലാണ്. വെണ്ടയ്ക്ക പൊരിയലുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മാങ്ങാച്ചാറുണ്ടായിരുന്നു. പിന്നെ മുട്ടയുണ്ടായിരുന്നു, മുട്ട പൊരിച്ചതാണ്. നമ്മളൊരു 8-8:30 ആകുമ്പോൾ രാത്രിത്തെ അത്താഴം കഴിച്ചു കേട്ടോ. അങ്ങനെ ആഘോഷങ്ങളൊന്നുമല്ലാതെ ഈ വെഡ്ഡിങ് ഡേ കടന്നു പോയി. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നടന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. താങ്ക് യു.